ഹലോ ഗായ്സ്, ഞാനോടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വേറൊരു ഗെയിമായിട്ടാണ്. ഈ ഗെയിമിൻ്റെ പേരാണ് അമേരിക്കൻ മാർക്സ്മാൻ. അപ്പോൾ ഇതൊരു ഹണ്ടിങ് ഗെയിമാണ്. അതായത് നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നൊരു ഹണ്ടിങ് ഗെയിമായിരിക്കും. നമ്മുടെ ഫോണിലൊക്കെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല അടിപൊളി ഹണ്ടിങ് ഗെയിമാണ്. ഗ്രാഫിക്സും അത്യാവശ്യം നല്ലൊരു ഗെയിമാണ്. ഞാൻ കളിച്ചു നോക്കിയായിരുന്നു. അപ്പം ഈ ഗെയിം അത്യാവശ്യം ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് കുറച്ച് ഹണ്ടിങ് പോകാം ഗൈസ്. അപ്പം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഓക്കെ, ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഞാൻ ഹണ്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതിനെ നമുക്കൊരു കരടീനെ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ? ഈ കരടി ഇതുണ്ട് ഗൈസ്. ഈ കരടീനെ നമ്മൾ പിടിച്ചതായിരുന്നു. ഈ കരടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും ഗൈസ്. അതാണ് തൽക്കാലം ഞാൻ എല്ലാം ഒന്ന് സെല്ലാക്കാൻ പറ്റുന്നു ഗൈസ്. ഓക്കെ, ഇത് സെല്ലാക്കിയിട്ടുണ്ട്. എല്ലാം സെല്ലാക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം സെല്ലാക്കി. അപ്പോൾ നമുക്ക് ഹണ്ടിന് ഇറങ്ങാം ഗൈസ്. അപ്പം ഇന്ന് ഹണ്ടിന് ഇറങ്ങുമ്പോൾ നമ്മുടെ മെയിൻ പരിപാടി എന്നാ അറിയുമോ? നമുക്കൊരു കരടിനെ പിടിക്കണം. അതായത് കരടിനെ ഒന്നേ കിട്ടി. അത്യാവശ്യം ഈ കരടി ഇതിനകത്ത് കുറച്ച് പാടാൻ തോന്നുന്നു കണ്ടുപിടിക്കുകയും. ചില സമയത്ത് കയറി ഉടനെ കിട്ടും കരടീനെ, പക്ഷേ ചില സമയത്ത് കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ഇന്ന് കരടീനെയാണെങ്കിൽ നമ്മൾ പിടിക്കാൻ പോകുന്നത്. അപ്പം കരടീനെ തപ്പി നമ്മൾ ഹണ്ടിന് ഇറങ്ങാൻ പോകണം. ഒക്കെ ഇതിനകത്ത് ഫ്രീ ഹണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേയധികം മാപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഗെയിമിൽ ആദ്യം നമ്മൾ കയറുമ്പം അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള മാപ്പ് നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് ഈ സവാന, പിന്നെ റോക്കി മൗണ്ടൻ, അങ്ങനെയുള്ള കുറേ സ്ഥലം ഉണ്ടാവുമല്ലോ. അത് നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. പിന്നെ നമുക്ക് നമ്മുടെ മണ്ടയ്ക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് 2666 ഡോളറും കൊണ്ടാണ് എൻ്റെ ഉള്ളത്. അപ്പം അത് $20,000 ആയാൽ മാത്രമേ എനിക്ക് പുതിയൊരു മാപ്പ് എടുക്കാൻ പറ്റുള്ളൂ. മാപ്പ് മീൻസ് പുതിയൊരു ഏരിയ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ഉള്ളത് എനിക്ക് തോന്നുന്നു റോക്കി മൗണ്ടൻസ് ആണ്. എനിക്ക് പേര് ഞാൻ മറന്നുപോയി. അപ്പം ഇതിൽ കളിച്ച് നമ്മൾ ഹണ്ട് ചെയ്ത് നമുക്ക് അത്രയും പൈസ ആക്കി എടുത്താൽ നമുക്ക് പുതിയ ഇവിടുന്നുണ്ടോ ബൈ ന്യൂ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ ഗൈസ്. അതാണ് അപ്പോൾ നമ്മുടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഹണ്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഗൈസ്. നമുക്ക് അങ്ങോട്ട് നേരെ ഹണ്ട് ചെയ്യാൻ പോകാം. അതിനൊക്കെ ചാടിപ്പിക്കാം. അപ്പം ഞാൻ അത്യാവശ്യം ഇതുണ്ടോ, എനിക്കിപ്പം ഇതുണ്ട് ബോ ഇതുണ്ടോ, ഈ സാധനം ഉണ്ട്. ഒന്ന് ഉന്നം വെച്ച് കാണിച്ചു തരുന്നുണ്ടോ? ഉണ്ടോ, ഈ സാധനം ഉണ്ട്. ഈ സാധനം അധികം ദൂരെന്ന് വിട്ടാൽ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അത്യാവശ്യം അടുത്തിരിക്കുന്നതിനെ മാത്രമേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ഈ യാത്ര തുടങ്ങാം. അപ്പോൾ ഇതിനകത്ത് നോക്കി വേണം കളിക്കാൻ എനിക്ക് തോന്നി. യെസ്, ഇച്ചിരി കുറച്ച് വെക്കാം. വെടിവെക്കുന്ന വെച്ച് വെക്കാൻ പറ്റുമായിരിക്കും ലീസ്. നോക്കട്ടെ. ഓക്കെ, നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഇച്ചിരി കൂടെ കുറയ്ക്കാം. നമുക്കിനെ നോക്കാൻ പറ്റുക. ബൈനാക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാൽപ്പാടുണ്ട്. എന്താണ് സാധനം? എന്തത്? ഇത് മറ്റേ ഒരു മാനിനെ പോലത്തെ ഈ സാധനമാണ് ഇത്. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ അത്യാവശ്യം ഇവിടെ അടുത്തെവിടെ ഉണ്ട് സാധനം. നമുക്ക് കരടിനെ മാത്രമല്ല എന്തെങ്കിലുമൊക്കെ പിടിക്കാൻ പറ്റും. അതുണ്ട് ഈസ്. ആ സാധനത്തിൻ്റെ കാൽപ്പാടാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടേ. അടുപ്പിച്ച് കാണിച്ചു തരാൻ നോക്കാം. അവിടെ കൊണ്ടുപോയി സാധനം നിൽക്കുന്നുണ്ട് ഈസ്. കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ സാധനമാണ് ഇവിടുന്ന് കിട്ടുമോ നോക്കട്ടെ. ഇല്ല, കിട്ടാൻ സാധ്യതയില്ല. അവിടുന്ന് വെച്ചാലും സാധ്യത കുറവാണ്. നമുക്ക് പയ്യെ ഇവിടുന്ന് ഇതിനകത്തിൻ്റെ ഇതും അതിൻ്റെ തന്നെയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടും നോക്കാം. അപ്പം നമുക്ക് ആദ്യത്തെ ഇരേനെ പിടിക്കാം. സാധനം കൊണ്ടു. അതാ പോന്നു പുറകെ ഓടാം. നമുക്ക് കരടിയാണ് വേണ്ടത് കേട്ടോ. എങ്ങോട്ടാ പോയെന്ന് മനസ്സിലാവും. എന്നുവെച്ചാൽ അത് കണ്ടോ, ആരംഭമൊക്കെ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ കണ്ട സാധനം ഓടുന്നത്. ഇത് ഓടിയാൽ തന്നെ ഒരു വെടിക്കൊന്നും ചാകത്തില്ല ചിലതൊന്നും. അപ്പോൾ നമുക്ക് എവിടെയാത് പോയി നിൽക്കുന്നതെന്ന് മനസ്സിലാവും. ഇതൊക്കെ തന്നെ കണ്ടോ, അതിൻ്റെ കാൽപ്പാടുണ്ട് ഇവിടെ. കരടിയാണ് നമുക്ക് മെയിനായിട്ടും വേണ്ട. ഓക്കെ, അത് അവിടെ നിൽപ്പുണ്ട്. വിടാൻ പറ്റുമോ ഗൈസ്? നോക്കട്ടെ. ഓക്കെ, തട്ടാം. ഇതാന്ന് തോന്നുന്നത്. അതല്ലേ അതല്ലായിരുന്നു ഞാൻ പിടിച്ച് നമ്മൾ തട്ടിയത് അതാണ്. ട്രാക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ. അങ്ങനെ പോയാൽ മതി. ഇവിടെ എന്നാ എന്തത്? ഇതെല്ലാം മാന കേട്ടോ. മാനല്ല, എന്ത് സാധനം മറന്നുപോയി. ആ ഒരു സാധനത്തിൻ്റെ കളിപ്പാടാണ് ഇവിടെ മൊത്തം ഉള്ളത്. ഗ്രാഫിക്സൊക്കെ അത്യാവശ്യം അങ്ങ് ദൂരം മലയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അടുത്തും പക്ഷേ ഫോണിൽ കിട്ടാവുന്നതിൽ വെച്ച് അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉണ്ട്. ഗെയിമിൻ്റെ പേര് അമേരിക്കൻ മാർക്സ്മാൻ എന്നാണ്. നിങ്ങൾക്ക് കളിച്ച് നോക്കാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ. എൻ്റെ മോനെ, ഇത് കരടിയുടെ ആണെന്ന് തോന്നുന്നല്ലേ?
ഇവിടെ മറ്റേ സാധനമുണ്ട്, മറ്റേ കാട്ടൂച്ചനെ അതിവിടെ ഇല്ലെന്ന് തോന്നുന്നല്ലേ. കരടി, കരടിയുടെ കാൽപ്പാട് തന്നെയാണ് ഈ. ഇപ്പം ഇവിടെ എവിടെയോ കരടി ഉണ്ട് ഈ, ഉറപ്പായിട്ട് ഇവിടെ എവിടെയോ ഉണ്ട്. അതിൻ്റെ സാധനം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇവിടെ കരടി ഉണ്ട്. എൻ്റെ മോനെ വന്ന അവിടെ കരടീനെ കിട്ടും. അത് പൊളിയാണ്. ഓ, ചെന്നായയുടെയാണെന്ന് തോന്നുന്നു കാൽപ്പാട്. അതാ അത് ഓടിപ്പോയി, അത് ഓടിപ്പോയി. ചെന്നായിനെ കിട്ടണതാ. അതാ അങ്ങോട്ട് പോകുന്നുണ്ട്. അതിനെ നമുക്ക് പിടിക്കണം ഗൈസ്. ഇവിടെ എന്താണ്? ഇവിടെ പൊത്തിനാണ് ഈ സുഖം. ഇവനേതാ? ഒറ്റടിക്ക് അത്ര വേണ്ട. അമ്പ് വെച്ചിട്ട് അടുത്തുനിന്ന് വെക്കുവാണെങ്കിൽ നമ്മുടെ ബോ ആൻഡ് ആരോ വെച്ചിട്ട് അടുത്തുനിന്ന് തട്ടുവാണെങ്കിൽ സുഖമായിട്ട് കേട്ടോ. ഓക്കെ, ഇവിടെ കൊണ്ടുവന്ന് നോക്കിയാലോ. ഡാമേജ്ഡ് ഓർഗൻസ് ഒന്നും ഇല്ല കേട്ടോ. ഈ ഓർഗൻസ് ഒന്നും തട്ടിയില്ല. ഓ, കറക്റ്റ് വയറ്റിൻ്റെ അടിയിൽ കൂടെ പോയി വീണ് സംഭവം വീണു. സെല്ലേറ്റർ കൊടുക്കാം. ഓക്കെ, അത് ചത്തു. അപ്പോൾ ഒന്നിനെ തീർത്തിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ഹണ്ടായിരുന്നു. പക്ഷെ എന്നാൽ കുറേ എണ്ണത്തിനെ വെച്ചായിരുന്നു. പക്ഷെ ഒന്നിനും അങ്ങോട്ട് കൊണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അടുത്ത എന്താണ്? ഇവിടെ കണ്ടാ എന്താ? ഒരു ഓട്ടോ ഓടി. നമ്മൾ വന്ന സമയത്ത് അതിന് മനസ്സിലായി. അതുകൊണ്ട് ഒരു ഒറ്റ വിടൽ വിട്ടായിരുന്നു. ആ ഇവനാ. ഇതിനകത്ത് ഏതോ ആണ് ഈസ് നമ്മൾ വെടിവെച്ചിട്ടത്. വെച്ച് കൊടുക്കാം. അതല്ലേ, ശേടാ, നമ്മൾ വെച്ച് കൊടുത്തതിനെ കാണാനുമില്ല. ഉടനല്ലേ കൂടുന്നത്. വേഗം പോയാൽ അതിനെ പിടിക്കാം. അതിന് കരടി അല്ലായിരുന്നു. ഞാൻ പിടിച്ചത് കരടി ആയിരിക്കുന്നു. അതാണ് ഞാൻ അങ്ങോട്ടാണ് വിട്ടേക്കുന്നത്. ഇവിടെ അടുത്ത് ചത്തി അത് ചത്തു. അതിനാ എന്ത് പോച്ചേട്ടെ, എന്തോ ഈ സാധനത്തിൻ്റെ ഒച്ച ഇപ്പോൾ കേട്ടായിരുന്നു. എന്തോ ഇതിനറിയാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പോയതിന് നമുക്ക് പിടിക്കാം. ഇതിനകത്തിൻ്റെയോ എന്തോ അതിൻ്റെ തന്നെയാണ്. അത് ഈ അവിടെ ചത്ത് വീണിട്ടുണ്ട്. ഇവിടെ നിന്ന് ഓട്ടോ ഓടി. പക്ഷെ അവിടെ പോയി ആൾ വെടി. നമുക്ക് നോക്കാം അതാണോ നമ്മൾ. പിന്നെയല്ല, നോക്കട്ടെ. ഓ, ഓർഗണ് ഇൻഡസ്റ്റൈനാണ് കൊണ്ടത്. ഒറ്റന്നെ കൊടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തതല്ല. എന്ത് സാധനം? അതാ ഓടി പീസ് നമ്മളെ കണ്ടു. എൻ്റെ പോലെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അത് ബഗ് അടിച്ച് നിന്നാണോ നീ വിചാരിച്ചു ചോദിച്ചു. ഇവൻ അറിഞ്ഞില്ലേ ഈസ് ഞാൻ വന്നത്. പിന്നെ അല്ല, നമ്മളങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ മനസ്സിലാവൂലേ ഈസ്. അതാണ് എന്നാ ഓടിപ്പോന്നെ. ഒരിൻ്റെ ഇതെന്ത് എന്ത് സാധനം ഇപ്പം അങ്ങോട്ട് ഓടിപ്പോയല്ലോ. എന്തോ ഈ സാധനം കിടന്ന് ഓടിക്കളയും. ഈഗിൾ വിഷൻ ഉണക്കാം. കണ്ട നമ്മൾ ഈ സാധനം നേരത്തെ ഉണയ്ക്കും. അത് ലോഡായി വരണം. അതാണ് നമ്മൾ തട്ടീനൊക്കെ ആ ഒരു കളറുണ്ട്. കണ്ടോ, ഇതിന് നമ്മൾ തട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, തട്ടിട്ടെന്ന് വെച്ചാൽ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് സെറ്റ്. ഇതെല്ലാം ഓടുന്നു ഇപ്പോഴേ അങ്ങ്. ഓ, എൻ്റെ മോനെ സ്റ്റൊമക്കിട്ടാണ് കൊണ്ടത് കേട്ടാ. അത് പൊളിയായിരുന്നേ. ഇപ്പോഴേ കൊടുക്കാൻ നമുക്ക് കരടീനെ പിടിച്ചാൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഇപ്പോഴേ അങ്ങ് കൊടുത്തു. ഈ കരടീനെ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്ത് പരിപാടി ഇത്? ഇന്ന് എങ്ങനെയും ഒരു കരടീനെ ഒപ്പിക്കണം. അതാണ് ഞാൻ കിടന്ന് തപ്പുന്നത്. പക്ഷെ ഒരൊറ്റ കരടിയില്ല ഇവിടെ ഈ മാപ്പിൽ കരടി ഉണ്ട്. പക്ഷേ കിട്ടുന്ന കുറച്ച് പണിയാണ്. ഇതിൻ്റെ ഒച്ചയൊന്നും കേൾക്കാനും വലിയ കാൽപ്പാടും കണ്ടില്ല ഇതുവരെ. കരടി ഒന്നും ഇല്ലേ? ഞാൻ ഈ കഴിഞ്ഞ ഹണ്ട് ഇറങ്ങിയ സമയത്ത് കുറച്ച് നടന്നിട്ടാണ് ആ കരടീനെ കിട്ടിയത്. ഇതിനകത്തിപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പോകേണ്ട വരുമെന്ന് തോന്നുന്നു. അങ്ങോട്ടൊന്നും ഇല്ല ഏതായാലും കരടി. ഈ നടുക്ക് സെൻട്രലായിട്ടുള്ള, അതായത് സെൻട്രൽ സൈഡായിട്ടുള്ള പോർഷനിലെ കരടി ഉണ്ടാവുള്ളൂ. അതെന്ത് സാധനം? ഒരു പരുന്തിൻ്റെ കൂട്ട് ഒച്ച വെക്കുന്നില്ല. അത് പരുന്തല്ല ഈസ്, അതാ മാനിൻ്റെ ഒച്ചയാണ്. ആ മാന എന്ന് പറയുമ്പോഴുള്ള എന്ത് സാധനം? ഓ, ലക്കി ബോക്സാ. മരം. അതെപ്പോഴും അങ്ങനെ കിട്ടുന്നത്. ഉടായ്പ് മരമേ കിട്ടത്തുള്ളൂ അതിനകത്ത് എങ്ങനെ പോയാലും. ഇല്ലെങ്കിൽ കുറച്ച് ക്യാഷ്. എന്തിന്? പിന്നെയല്ല നമ്മളെ കളി. ഇതൊക്കെ എന്ത് ഇപ്പോഴും ഞാൻ കൊടുത്തേക്കാം. നമ്മളെ കടിനെ പിടിച്ച് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സ്റ്റോറേജ് അല്ല, ഇൻവെൻട്രി ഫുള്ളായി എന്ന് പറയും. അതുകൊണ്ട് കടിനൊക്കെ ഇവിടെ ഒന്നിനെയും കാണാനില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. കണ്ടോ, ഇവിടെ ഇതൊരു ക്യാഷ് ബോക്സ് ഉണ്ട്. അത് അവിടെ ഒരു ബോക്സ് ഉണ്ട്. അങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പം അല്ലേ അങ്ങോട്ട് പോകണം. ഇവിടെ കണ്ടോ, ഇതല്ലേ മൂസ്? അതേ മൂസ്. അതിനൊന്ന് തട്ടണമെന്നുണ്ടായിരുന്നു.
ഉയ്യോ കൊണ്ട് പക്ഷെ കിട്ടിയില്ല പോയിട്ടുണ്ട്. എവിടെയെങ്കിലും വീണ് കിടക്കുമായിരിക്കും. ഇവിടെ എന്നാ സെൻസനോ കഴിയണ ഈ കാൽപ്പാടുണ്ട്. കരടിയാന്ന് കരടിയൊന്നും അല്ല. ഈ ഓരോ ഉടായിപ്പ് മറ്റേ ചത്തെന്തോ അതോ നിൽക്കുന്നു. അവിടെ നിപ്പുണ്ട്. ഇവിടുന്ന് കിട്ടുമോ? ശ്വാസം വലി നിർത്തടാ. ഓക്കെ കിട്ടിയില്ല. അതും കിട്ടിയില്ല. എന്ത് കേട്ടോ റീലോഡ് ആക്കിയില്ലായിരുന്നു. ഇവിടെയുണ്ട്. അതവിടെ നിന്നും പോകത്തില്ലേ. നമ്മളോടാണോ കളി? ഇപ്പം കാണിച്ചു തരാം. അത്രേ ഉള്ളൂ. ഒരു മൂസിനെ പിടിക്കണമെന്നുണ്ടായിരുന്നു. മൂസിനെ തട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. കാരണം മൂസിന് അത്യാവശ്യം ക്യാഷ് കിട്ടും. അങ്ങോട്ട് കൊടുക്കാം. അങ്ങനെ കിട്ടുമ്പോൾ കുറച്ചും കൂടെ പൈസ കൊടുക്കണ്ടോ. സെൽ നൗ ആണെങ്കിൽ 80, സെൽ ലേറ്റർ ആണെങ്കിൽ $161. സെൽ ലേറ്റർ കൊടുക്കാം. അതിന് മുമ്പ് 2 വരി ഉണ്ടല്ലേ. 2 മേത്തിൻ്റെ ഒരു ഓർഗനും ഒന്നും പറ്റിയില്ല. എന്ത് പരിപാടിയല്ലേ. ഞാൻ കാണാത്ത വല്ല ജന്തുക്കളുണ്ട് ഇതിനകത്ത്. മറ്റേ ചെന്നായനെ കണ്ടായിരുന്നു. വൈറ്റ് വൂൾഫ് ആണെന്ന് തോന്നുന്നു. എന്താ വെച്ചേട്ടപ്പം ഇങ്ങോട്ടൊരു വാല്യൂ പോലത്തെ. ഇത് ഞാൻ വന്ന സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നില്ല. ഇവിടെ എന്തത് ബ്ലഡാണ്. അയ്യോ ചേടാ, കരടീനെ തപ്പി വന്നിട്ട് കരടി അല്ലാത്ത സാധനമൊക്കെ തപ്പി. അപ്പം ഞാനപ്പം മാനെ പിടിക്കാൻ വരുന്നെങ്കിൽ ഇവിടെ മൊത്തം കരടിയായിരിക്കും. പിന്നെ ഓയ്സ് കരടി എൻ്റെ പോലെ ഗൈസ് എനിക്കൊന്നും പറയാൻ ഗൈസ്. ഞാൻ വെച്ച് കരടിയാകുന്നത് കല്ലെന്തോന്ന്. ചേടാ അല്ലാത്തപ്പോൾ ഇവിടെ കരടി മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ എപ്പോഴെങ്കിലും ഇറങ്ങിയിട്ടുണ്ട് ഒരു കരടീനും കാണുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒന്നും ഇല്ല. കൽപ്പന ഉണ്ടോ? ഇതുണ്ടോ ഈ കൽപ്പന? ചെന്നായുടെ കൽപ്പന എന്തേ ചെന്നായല്ല. പക്ഷെ ഇവിടെ ചെന്നായൊക്കെ ഉണ്ട്. ഇപ്പം കണ്ടായിരുന്നല്ലോ. ഇവിടെ ഒരു ചെന്നായ നിപ്പുണ്ട്. ഒരു വൂൾഫ് നിപ്പുണ്ട്. ഞാൻ കണ്ടായിരുന്നു. അത് ഓടിപ്പോവാതിരുന്നാൽ മതി. എന്തേത് ഈഗിൾ വിഷൻ നമുക്ക് പെട്ടെന്ന് ഓണാക്കും. പക്ഷേ കണ്ടോ? ചെന്നായാണ് ഈസ്. അത് ചെന്നായാണ്. അയ്യോ അതല്ല ഞാൻ വിചാരിച്ചു. ഇവിടെ നിപ്പുണ്ടോ? എന്തത്? നിപ്പുണ്ട്. ചെന്നായാന്ന് തോന്നുന്നു. ചെന്നായാണ് കൊണ്ടുവച്ച ഓടിച്ചെൻ്റെ മോനെ. കൈസ് പറപ്പിച്ചു വിട്ട സാധനം. ചേടാ ഒരു സാധനം കിടക്കണം. എടുത്തിട്ട് നമുക്ക് നിൽക്ക് അവിടെ നില്ല്. പോലടാ പോല്. പറപ്പിച്ചു വിട്ടു. ചത്ത. ഇവിടുത്തെ മൃഗങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇപ്പം കണ്ടതിനൊന്നും പിന്നെ കാണത്തില്ലേ. എന്തല്ലേ. വൂൾഫ് പോട്ടെ. നമ്മൾ കരടീനെ പിടിക്കാൻ ഇറങ്ങി. അവനെ വഴി വെച്ചാലും കണ്ട ഞാൻ തട്ടും. അതുകൊണ്ട് അവന് ഭാഗ്യമുണ്ടെങ്കിൽ ഭാഗ്യമില്ല. അവന് ഒട്ടും ഭാഗ്യമില്ല. അവന് ഭാഗ്യം ഇല്ല എന്നർത്ഥം. അവനെ കൊന്നിട്ട് എടുക്കാതെ പോകാതായിരിക്കും നല്ലത്. റെയർ ആനിമലാ. അതാണോ റെയർ ആനിമൽ? റെയർ ആനിമലല്ലേ പോകുന്നേ. തട്ടി എടുത്താൽ അവനെ അങ്ങ് തീർക്കണമെന്നുണ്ട്. മറ്റേ കൂടെ കാക്കയിൽ എന്ത് സാധനം പറഞ്ഞുണ്ട്. ഇപ്പം ഇല്ല കൂടെ പോയ കുറുക്കനെന്തേ. ഗെയിം മൊത്തം ബഗ്ഗാണല്ലോ. ഇപ്പിൽ കൂടെ പോയി കുറുക്കനെ കാണാനില്ല. ഞാൻ തട്ടീനെ പോയി പിടിച്ചിട്ട് പോട്ടെ. അല്ലെങ്കിൽ അതിപ്പം ഡീസ്പോൺ ആയിപ്പോൾ നമ്മൾ കൊന്നിട്ട് എടുത്തിട്ട് അന്നേരം എടുത്തില്ലെങ്കിൽ കുറച്ച് സമയം വൈകിട്ടുണ്ടെങ്കിൽ അത് പോവും. അതാണ് പ്രശ്നം. ഓക്കെ റെയർ ആനിമലാണ് ഈ സാധനം. അത് എൻ്റെ മോനെ. പക്ഷെ ഓരോ ഓർഗൻറ്റും കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നല്ല വില ഉണ്ട് കേട്ടോ. സെല്ല് ഇട്ട് കൊടുക്കാം. ബാക്ക് പാക്ക് ഫുള്ളാന്ന് പറയാം. നമുക്ക് ബാക്ക് പാക്ക് നോക്കട്ടെ. ബാക്ക് പാക്ക് വേർ ഇസ് മൈ ഇൻവെൻട്രി. അതിനകത്ത് അത്യാവശ്യം കുറേ സാധനം. 2 സാധനം ഒരേപോലത്തെ തോയവേ. യെസ്
ഇതിനാണോ, ഇതിനെ അങ്ങ് കളയാം. ഇത് കുറേ ഉള്ളതാണ്. ഒരു സ്ഥലം നമ്മൾ വെച്ചിട്ടുണ്ടാകും, കാരണം നമുക്ക് കരടീനെ പിടിക്കണം. പക്ഷെ കരടി ഇല്ല കേട്ടോ. മിക്കവാറും ഞാൻ കരടി ഇല്ലാതെ വീഡിയോ നിർത്തേണ്ടി വരും. അമ്മാതിരി പരിപാടിയാണ്. കരടീനെ ഒന്നും ഒരെണ്ണത്തിനെ പോലും കാണാനില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളൊക്കെ പേടിപ്പിച്ച് ഓടിപ്പിച്ചു വിട്ടാലോ. കണ്ടോ, അണ്ണാൻ വരുന്നുണ്ടേ. ഓടിക്കോളെ എല്ലാരും. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? വിട്ടോ, പറപ്പിച്ച്. ഇവനൊന്നും പേടിയില്ലേ? ആ, കുറച്ച് ലേറ്റാണ്. ഇപ്പം ഞാൻ ഓടി വരുന്ന വഴിയാനും അമ്മ വെടി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെയൊക്കെ അവസ്ഥ. ഈ ഇവിടെ ഒന്നും ഒരു കാരടി പോലില്ല. എന്തായാലും മൂസ് പോകുന്നുണ്ട്. മൂസ് ഒന്നും നമുക്ക് കിട്ടി, പക്ഷെ കൊമ്പുള്ളത് കിട്ടി. തന്നെ കണ്ടോ, അതുണ്ടോ, ഇതെന്നാ പരിപാടി നോക്കണേ. വെറുതെ രസത്തിനാണ്, എടുക്കാനൊന്നുമല്ല. എന്നാൽ നമ്മൾ തട്ടും. അത് റെയർ ആനിമലാ. ഞാൻ തട്ടുന്നില്ല റെയർ ആനിമൽ. ഇതാണ് റെയർ ആനിമൽ. ബോളയായിരുന്നു. രണ്ട് കാല് ഒരുമിച്ച് കൊണ്ടു സെല്ലാവും. ഓക്കെ, കൂട്ട് നമ്മൾ സെല്ലാക്കിയിട്ടുണ്ട്. എനിക്ക് കരടീനെയാണ് വേണ്ടത്. പക്ഷെ ഒരൊറ്റ കരടി ഈ വഴി പോയിട്ടില്ല. എന്താ കടിയത്? മൂസ് ഓടെ. എൻ്റെ മോനെ, കൈസ് കരടി. ആദ്യം തോക്ക് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓടിപ്പോയി നോക്കി കൊടുക്കാം. ഹെഡ്ഷോട്ട് കൊടുക്കാം. ആ, കൊണ്ട് ഓ, റീലോഡ് ആക്കണം വേണ്ട. ഗൈസ് അതിപ്പോൾ ഓടിപ്പോ. ഒന്നുകൂടെ കൊടുത്താൽ വീഴും. ആ, നമ്മളോടാണ് കളി ഗൈസ്. ഇവന്മാരുള്ളത് ഓർഗണ്ട് കൊണ്ടോന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. പക്ഷെ ഇത് റെയർ ആനിമൽ അല്ലെന്നാണ് പറയുന്നത്. ഗൈസ് ബ്രെയിനിൻ്റെ സൈഡിൽ കൂടെ പോയി, ഒന്ന് ബാക്കിൽ കൂടെയും പോയി. ജസ്റ്റ് മിസ്. ഓർഗണൊന്നും കൊണ്ടില്ല. പക്ഷെ ഈ കരടിക്ക് അത്യാവശ്യം റേറ്റ് കുറവാണ് ഗൈസ്. അതായത് ഇതിനധികം ക്യാഷ് ഇല്ല. ഓ, ഫീമെയിലാണ്. വെയിറ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ബ്രൗൺ ബിയറാണ് നമ്മൾ തട്ടിയേക്കുന്നത്. ഈ സെല്ലേറ്റർ. നമ്മളങ്ങനെ കരടീനെ തട്ടി. ഒരു ബഹുമാനമൊന്നുമില്ല. ഇയാൾ കൊള്ളാലോടാ. ഇവനൊരു ബഹുമാനമില്ല. ഈശ്വരനെ തട്ടിയാലോ. നമ്മൾ കളിക്കില്ലേ, നമ്മൾ സീനാണ്. ആ, പിന്നെ അത് 5 മിനിറ്റ് കണ്ടു വിടുന്നേ. കൊള്ളാലോ പരിപാടി. നടക്കൂലേ? വേണ്ട ഞങ്ങൾ കൊള്ളാലോ. അത് ഇവൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വീണത്. ഓക്കെ, പിന്നെയും കാലുണ്ട്. ഇതെന്ത് കാലുണ്ട് മാത്രം കൊല്ലുന്നേ? ബാക്ക് ഫുഡ് ഇപ്പോൾ വിട്ടോളാം. നമ്മളോടാണ് കണി. അങ്ങനെ നമ്മൾ കരടീനെ കൊന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. യെസ് പിന്നെ അല്ലേ. ഇപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ്? ഇതാ ഈ ഒരു സാധനമുണ്ട്. എന്തത്? ബിഗ് ഷീപ്പാ, അങ്ങനത്തെ സാധനം. ബിഗ് ഹോൺ ഷീപ്പ്. പിന്നെ മൂസ് ഉണ്ട്. പിന്നെ ഗ്രേ വൂൾഫ് അപ്പം റെയറാന്ന് പറഞ്ഞേ. ഈ സാധനവും ഈ ബിഗ് ഹോൺ എന്താ ഷീപ്പും പിന്നെ ഈ ഗ്രേ വൂൾഫുമാണ് ഈ ഭയങ്കര റെയറായിട്ടുള്ള ഈ ഒരു മാപ്പിൽ. പിന്നെ നമ്മുടെ ബെയറിനെ പിടിച്ചിട്ടുണ്ട്. ബ്രൗൺ ബെയർ കിട്ടിയതിൽ വെച്ചിട്ട് അത്യാവശ്യം LBS 855 868. ആ, ബിയറിനാണ് ഏറ്റവും കൂടുതൽ LBS ഉള്ളത്. LBS എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പാടില്ല. ഞാൻ പിന്നെ കണ്ടപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്താ വലിയ സംഭവമാണ്. ഓക്കെ, ഇവിടെ എന്നാ യോ വന്ന സീനോട് പിടിച്ചേക്കാം. തട്ടാ മോനെ, നീ തീർന്നാ. പിന്നെ അതെ ഓർഗണ്ടാണെന്ന് തോന്നിട്ട് ഉമ്മയുടെ കാൽപ്പാടാണത്. ഇതാണ് ഉമ്മയുടെ കാൽപ്പാട്. നഖമില്ല, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇതെന്ന് സാധനം ലിൻസാണോ? ഓ, കൗഗർ അതിന് സാധനവും. ഓ, ലെങ് ഷോട്ട് ആട്ടോ. ലെങ് ഷോട്ട് അതാണ് ആ സാധനം വേണ്ട. ലെങ് ഷോട്ട് അത് പൊളിയാണേ. ഒന്നുകൂടി എനിക്ക് അവന് കാണണമല്ലോ. എൻ്റെ അപ്പോൾ അതിന് മോഹം കണ്ടാ. ടെറർ സാധനം. അതിനെ പിടിച്ചു. കണ്ട, ഇപ്പോൾ ഒരു കടിയിൽ കൊന്നപ്പോഴാണ് സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് റെയർ അല്ലെന്നാണ് പറയുന്നത്. അത് അത്ര റെയർ അല്ല. എന്താ അറിയാൻ പാടില്ല. അത് റെയർ അല്ലെന്നാണ് പറയുന്നത്. എന്താ ആ സാധനം പിന്നെ കൊണ്ടുവിടുകയോ? എന്താ ഇവിടെ
കാണുന്നുണ്ടോ ആ സാധനം അതാ സാധനമല്ലേ ഇത്? ഓ ഏറ്റവും പോയിട്ട് സ്പീഡുണ്ടോ? കൊണ്ടില്ല അതിനെ കൂടെ പോയി തറിയല്ലോ. വെച്ചിട്ടുണ്ട്. അങ്ങോട്ടാണ് പോകേണ്ടത്. വിട്ട് ഓടിപ്പോയി നിൽക്കടാ. ഞാൻ 100 അല്ല, ഞാൻ അത്രേ ഉള്ളു. അവൻ അത്രേ ഉള്ളൂ. ഇവിടെ എന്നോടാണ് അവിടെ കളി. ലെഗ് ഷോട്ടാ. ഓപ്പൺസ് ഒന്നും ഡാമേജ് ആയില്ല, അതാണ് അത്ര ഓടി വിട്ടത്. കുഴപ്പമില്ല. 29 യാർഡ് കൊണ്ടിട്ടങ്ങ് ഓടി. ഒരു ഷോട്ടേ കൊടുത്തുള്ളൂ. ഷൂട്ട് പൊസിഷൻ സ്റ്റാൻഡിങ് ആയിരുന്നു. ഇതും ഫീമെയിൽ ആട്ടോ, അതാണ് അത്രയ്ക്കും ഇതില്ലാത്ത സെലിന. ഓക്കെ ഗൈസ്, അപ്പം നമ്മളങ്ങനെ ഇന്ന് അത്യാവശ്യം നല്ല രീതി പറന്നൊക്കെ പോന്നേ ഉണ്ടാ. ഒരു സാധനം പറന്നു പോകുന്നുണ്ടാ? എന്താ സാധനം? എന്താ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ? എന്തത്? പൈസ നമ്മൾ ലാസ്റ്റത്തെ ഒരു ഷോട്ടും കൂടെ കൊടുത്ത് തട്ടിയിട്ട് നമുക്ക് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കും. കൈസ് നമുക്ക് ഇവിടെ നിന്ന് സാധനം നമുക്ക് മരത്തിൻ്റെ ബാക്ക് അമ്പ് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ കടീനെ പിടിക്കാൻ പോകുന്നു. കടീനൊക്കെ കിട്ടി. ഈ സാധനം മൂൾ ഡിയർ ഇതാണ് മെയിൻ സാധനം. ഇത് എല്ലായിടത്തും ഉണ്ട്, എന്നാ അറിയാൻ പാടില്ല. ഞാൻ വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ. ഇങ്ങനെ ഒച്ച വെക്കും പിന്നെ പോയി നോക്കാൻ നോക്കുന്നു. ഈ എന്ത് ചെയ്യാൻ അറിഞ്ഞൂടാ. എന്ത് സാധനം? അയ്യോ, മൂസിൻ്റെ കൊമ്പ് കണ്ടാ? എന്തല്ലേ? കൊണ്ടില്ലേ? അപ്പം ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റത്തെ വെടി. ചത്താലും വേണ്ടില്ല, ചത്തില്ലേ വേണ്ടില്ല. പിന്നല്ല, ചാകാതിരിക്കുമോ? നമ്മൾ വെടി വെക്കുമ്പോൾ ചാകാതിരിക്കുമോ? വെടിയല്ല, അമ്പ് വിടുമ്പം അല്ലേ. ഇത് അത്യാവശ്യം നല്ല കൊമ്പുള്ള മൂസ്. അതിൻ്റെ കൊമ്പുണ്ട് നിങ്ങൾ. അയ്യോ, ഞാൻ അടിക്കുന്ന എന്തോ നെല്ല ഈ കാലിൻ്റെ പോയി കൊല്ലുന്നത്, അതാന്ന് തോന്നുന്നു ഒന്നേരം വീഴുന്നത്. ഓക്കെ, അപ്പം ഗൈസ് ചോദിച്ചൊന്ന് വരായിരുന്നു മതിയായിരുന്നു. വന്നാൽ ഞാൻ നോക്കത്തില്ല, അത്രയുള്ളൂ. പിന്നല്ല ഗൈസ്, നമ്മളെ വീഡിയോ ഇവിടെ വെച്ചാൽ ശ്രമിക്കുകയാണ് ഗൈസ്. പിന്നെ അത്യാവശ്യം നല്ല സാധനങ്ങൾ കിട്ടി. മെയിനായിട്ട് നമുക്ക് കിട്ടിയത് ഗ്രേ വൂൾഫും ബ്രൗൺ ബെയറും ആയിരുന്നു. പിന്നെ ഒരു മൂസിനെ കിട്ടിയിട്ടുണ്ട്. ഇത് മൂസേത്? പിന്നെ ഒരു ബിഗ് ഹോൺ ഷീപ്പ്, ഗ്രേ വൂൾഫ്, ഇത് രണ്ടിട്ടാണ് റെയറായിട്ട് നമുക്ക് ഇന്ന് കിട്ടിയത്. പീസ് ഒരു വീഡിയോ ഇത്രയുള്ള പൈസ്. നിങ്ങളെല്ലാം പോയിട്ട് അടുത്തൊരു വീഡിയോ വരെ ഈസ്. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഉണ്ടെല്ലാം ഈ ചാനൽ സബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ് ചെയ്സ്. ഇനിയും കൂടുതൽ വീഡിയോ പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ് ചെയ്സ്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. പിന്നെ ഒരു ദിവസമൊക്കെ താമസിച്ച് ഇടുന്നത്, കാരണം എന്തെങ്കിലുമൊക്കെ ചെറിയ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് താമസിച്ചാണ് ഓരോ സമയത്ത് വീഡിയോ ഇടുന്നത്. ഒരു ദിവസം 2-3 ദിവസമൊക്കെ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. നമ്മളെന്തായാലും ഇടയ്ക്ക് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ എല്ലാവർക്കും ഓക്കെ, അപ്പം വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ. അതിന് കൊണ്ടോ ഇവന്മാർ ഇങ്ങനെ ആകർഷിക്കുവാണ് വരാൻ വേണ്ടി, അതാണ് പ്രശ്നം കേട്ടോ. ഈസ് ഓക്കെ, അതൊന്ന് പോട്ടെ. അപ്പം ഒരു കാലപ്പാട് ഉണ്ടെന്ന് നോക്കട്ടെ. ജസ്റ്റ് മിസ് നോക്കട്ടെ. സാധനം ഇത് മറ്റേ സാധനമില്ലേ, ലിൻസ്, മറ്റേ കൗഗർ അങ്ങനത്തെ സാധനം. അതിന് തൊട്ടാൻ കിട്ടുമോ? അങ്ങനെ ഇപ്പോഴങ്ങ് പൊട്ടിക്കാരെന്ന് പറഞ്ഞു. എന്തേ പോയത്? ഇവിടെ ഉണ്ട് വീഡിയോ, നമ്മൾ ഇതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും. അപ്പം വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യുക. പിന്നെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടോ, അതിങ്ങനെ ഇതേപോലെ അടിച്ചങ്ങ് പൊട്ടിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് അടിച്ച് പൊട്ടിക്കുക. വീഡിയോ ഉണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ്. കാരണം നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പം വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താത്തപ്പച്ച പറയുന്നേ കുഴപ്പമില്ല, നിങ്ങളല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് താങ്ക്സ് പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്ക് താങ്ക്സ് പറഞ്ഞു. അപ്പം അടുത്തൊരു വീഡിയോ പിന്നെ വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ബൈ.